ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് എനിക്കിന്ന് 9ാം മാസത്തെ ചെക്കപ്പിനും കാര്യങ്ങൾക്കൊക്കെ പോവാണ്. അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വഴിയേ കാണിച്ചു തരാം. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തി, കാരണം നമ്മൾ ഓൾറെഡി കുറച്ച് ലേറ്റാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി നേരെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയി കേട്ടോ. ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. ചേച്ചി മുകളിലോട്ട് പോയിട്ടുണ്ട്. ചേച്ചി ലിഫ്റ്റിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ചേച്ചി ലിഫ്റ്റ് കയറുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ചേച്ചി വന്നിട്ട് ബ്ലഡൊക്കെ എടുത്തിട്ട് പിന്നെ ഡോക്ടറിനെ സത്യം പറഞ്ഞാൽ എനിക്ക് ഡോക്ടറിനെ കാണാൻ വരുന്നപ്പോൾ ഒരു സന്തോഷമില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡോക്ടറിനെ കാണാൻ വരുന്നത്. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം പ്രഗ്നൻസിയിൽ എനിക്ക് ഇതുപോലൊരു എന്താണ് എൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ ഡോക്ടറിനെ കാണാൻ വരുന്നത്. അത്രയ്ക്ക് പാവം ഒരു മാം കേട്ടോ. ഭയങ്കര എനിക്ക് പുള്ളിക്കാരുടെ ചിരി കാണുമ്പോൾ തന്നെ പകുതി ആശ്വാസവും. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രഗ്നൻസിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ വരിക, എൻ്റെ മാമിനെ കാണുക, അതുപോലെ തന്നെ കുഞ്ഞിനെ ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് കാണിച്ചിട്ട് അത് കാണിക്കുക. ഇതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് അല്ലേ. നാളത്തെ ഹോസ്പിറ്റലല്ല പ്രഗ്നൻസി ജേർണിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്തായിരുന്നു? സന്തോഷമാണല്ലോ. അതേ ഉള്ളൂ. അതൊക്കെയാണോ ഹാപ്പിനെസ്? അങ്ങനെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചേച്ചി ആദ്യം കാണുമ്പോൾ കുറച്ചൊക്കെ കുശലമൊക്കെ പറഞ്ഞ് വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കി അങ്ങനെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ബ്ലഡ് എടുക്കുന്നത്. പിന്നെ ചേച്ചിയുടെ അടുത്ത് ബ്ലഡ് എടുക്കാൻ ഇപ്പം എനിക്ക് വലിയ പേടിയൊന്നുമില്ല കേട്ടോ. നമുക്കറിയാമല്ലോ പുള്ളിക്കാരി നമ്മളെ വേദനിപ്പിക്കുമോ നോവിക്കുമോ എന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് എനിക്ക് വലിയ വിഷയമൊന്നും അങ്ങനെ ഇല്ലിപ്പോൾ. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ ചായ കുടിക്കാൻ പോയി. കാരണം കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണമല്ലോ. ഏകദേശം ഞങ്ങളൊരു 2:30 വന്നതാണ്. ഇപ്പോൾ ടൈം ഒരു 5:30 ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു മാമിനെ കാണാൻ വേണ്ടി. അങ്ങനെ ഡോക്ടറിനെയൊക്കെ കണ്ടിറങ്ങി ഞങ്ങൾ ഇച്ച അവിടെ നിന്ന് ടാബ്ലറ്റൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് നേരെ ഇറങ്ങിയിട്ടുണ്ടേ. കാരണം ഇത് നമ്മുടെ ഒരു റൊട്ടീൻ ചെക്കപ്പ് മാത്രമാണ്. ഇനി അടുത്ത ചെക്കപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തെന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ചെറിയ കുട്ടി ഷോപ്പിംഗ് ഉണ്ട്. വീട്ടിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഗ്രാൻഡ് ഫ്രഷിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഗ്ലാസിൻ്റെ സംഭവം ഞങ്ങൾ എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലെ ഉപ്പുഭരണി ഞങ്ങളുടെ സ്വീറ്റി മോള് നശിപ്പിച്ച് ആകെ വിഷയത്തിലാക്കി അത് പൊട്ടിച്ച് താഴെയിട്ട് ഭയങ്കര വിഷയമായിരുന്നു കേട്ടോ. അങ്ങനെ അത് പൊട്ടിച്ച് പിന്നെ പെട്ടെന്ന് ഞങ്ങളുടെ വീട്ടിലെ കുപ്പി കൊണ്ടുള്ള സാധനങ്ങളൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനതെടുത്ത് കളഞ്ഞു. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ആലോചിച്ചത് ഒരു ഉപ്പ് ഭരണി വേണമല്ലോ എന്ന്. അങ്ങനെ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഓഫേഴ്സ് ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഡിഷ് വാഷ് 1 ലിറ്ററിൻ്റെ ആണ്. അതിന് 99 രൂപ ഏകദേശം വരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ്സിനും അതുപോലെ തന്നെ നമ്മൾ ഇതുവരെയും പോവാത്തൊരു സെക്ഷനാണ് കുഞ്ഞുങ്ങളുടെ സെക്ഷൻ. അതാണ് ഷോപ്പിങ്ങിൽ ഇന്ന് വന്ന ഒരു മാറ്റം. ഇത്രയും നാളും നമ്മുടെ ജീവിതത്തിൽ ഷോപ്പ് ചെയ്തതിൻ്റെ ഇടയ്ക്ക് വന്നൊരു മാറ്റം കുഞ്ഞുങ്ങളുടെ ആ ഒരു സെക്ഷനിലോട്ട് നമ്മൾ പോയി തുടങ്ങി എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ബില്ലിംഗ് സെക്ഷനിൽ വന്നു. ബില്ലടിക്കുകയാണ്. ആദ്യത്തെ ഒരു ട്രേ മുട്ട എൻ്റെ ഇച്ച ഫുള്ള് പൊട്ടിച്ചു കേട്ടോ. അത് പിന്നെ കൊണ്ടുവച്ചിട്ട് രണ്ടാമത് വീണ്ടും ഈ ഒരു ട്രേ മുട്ട എടുത്തതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ പാം ഓയിൽ അതുപോലെ തന്നെ നമ്മുടെ വെളിച്ചെണ്ണ അത്യാവശ്യം നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫിഷ് പിക്കിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജ്യൂസ് അതിനൊക്കെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നത്തെയും പോലെ ഒരു തട്ടിക്കൂട്ട് വീഡിയോ. ബൈ.